നമ്മോടൊപ്പം CPIM നേതാവ് നാസർ കൊളായി ഉണ്ട്. നാസർ കൊളായി, തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രചരണങ്ങളിലൊക്കെ LDFിൻ്റെ മൂർച്ചേറിയ വാദമുനകൾ ഉയർത്തി പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെ കോൺഗ്രസിനോ UDFിനോ മേൽക്കൈയുള്ള എന്തെങ്കിലും ഘടകമുണ്ടോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, നമുക്ക് പറയാമല്ലോ സ്വതന്ത്രമായി. അപ്പോൾ നിങ്ങൾക്കും പറയാം, എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഈ കസേരക്കളികളെ, ഇങ്ങനെ കിട്ടാത്തൊരു അധികാര കസേരയെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അതിനൊരു ഒരു രാഷ്ട്രീയ നൈതികതയുടെ പരിപ്രേക്ഷ്യത്തിൽ നാസർ കൊളായി. അജിംഷാദെ, കേരളത്തിൽ ആദ്യമായിട്ടല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുകളിൽ ആര് ജയിക്കും എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. കാരണം ഇത് സ്വകാര്യമായ വോട്ടെടുപ്പാണ്. ഈ വോട്ടെടുപ്പിൽ ജനങ്ങൾ എന്ത് തീരുമാനിച്ചു എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്, ഫലം കേൾക്കാൻ വേണ്ടിയാണ് ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായ സർവേകൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ അന്നും ഇന്നും എന്നും നടക്കാറുണ്ട്. ആ അഭിപ്രായ സർവേകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കോൺഗ്രസുകാർക്ക് എന്താണ് പറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ നേതാക്കൾ ഇങ്ങനെ പരസ്പരം മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ കസേരകളി നടക്കുന്നത്. കഴിഞ്ഞ തവണയും ഇത് അല്പാൽപമൊക്കെ നടന്നിരുന്നു. ഉമ്മൻചാണ്ടിയാണോ രമേശ് ചെന്നിത്തലയാണോ എന്നുള്ള തർക്കമൊക്കെ വന്നപ്പോ, മുഖ്യമന്ത്രി സ്ഥാനങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ ജനങ്ങളുടെ യഥാർത്ഥ വിധി വന്നതോടുകൂടി അവര് അപഹാസ്യരായി മടങ്ങിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇത്തവണ അങ്ങനെ അപഹാസ്യരാകുന്ന സാഹചര്യമാണ് കാണുന്നത്. ഞാൻ പറയട്ടെ, ഇടതുപക്ഷം ജയിക്കുമോ വലതുപക്ഷം ജയിക്കുമോ എന്നിപ്പോ നമുക്കിപ്പോ പറയാൻ കഴിയില്ല. കേരളത്തിന്റെ വികസനങ്ങളിൽ അനുഭവിച്ച് തൊട്ടറിഞ്ഞിട്ടുള്ള ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ വീണ്ടും തുടർച്ചയായി കയറ്റും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ സമയത്ത് കണ്ടിട്ടുള്ള ആവേശകരമായ പ്രതികരണം, വീടുകളിൽ കയറി ഇറങ്ങിയപ്പോ, പൊതുയോഗങ്ങളിൽ പങ്കെടുത്തപ്പോ ഒക്കെ അങ്ങനെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ജനവിഭാഗങ്ങളിൽ SIR കൊണ്ടുവന്നത് പിണറായിയാണ് എന്നുള്ള രൂപത്തിലൊക്കെ പ്രചരണം നടത്തിയതൊക്കെ മാറി. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണങ്ങൾ. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി, റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ ഇമാതിരി ഒരു തർക്കം കേരളത്തിൽ നടക്കുകയാണെങ്കിൽ, കഷ്ടകാലത്തിന് ഇവരെങ്ങാനും ജയിച്ചാൽ എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി? എവിടെ എത്തും? ഇപ്പൊ ഈ കോൺഗ്രസ് അടിയന്തരമായി ഉത്തരം പറയേണ്ടുന്ന കാര്യം ഇതാണോ? അല്ല. വയനാട് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു പ്രതീകമാണ്. ആ വയനാട് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ പല രാഷ്ട്രീയ കക്ഷികളും പല വാഗ്ദാനങ്ങളും നൽകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞതിനപ്പുറം നടപ്പാക്കി കാണിച്ചുകൊണ്ടാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവധിക്കാലത്തിന് ചെലവഴിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ വന്നിട്ടുള്ള പ്രവാസികള്, അതുപോലെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വിദേശികളൊക്കെ അവരുടെ സന്ദർശനത്തിന്റെ ഒരു സ്ഥലമായി ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് വയനാട്ടിലെ ടൗൺഷിപ്പാണ്. ആ ടൗൺഷിപ്പ് ലോകത്തിന്, കേരളത്തിന് മുമ്പിൽ ഒരു അത്ഭുതമായി നിൽക്കുമ്പോൾ, അതേ ഇടത്ത് ജനങ്ങളുടെ മുമ്പിൽ വാഗ്ദാനം നൽകി ജനങ്ങളിൽ നിന്ന് പണം പിരിപ്പിച്ച ഒരു ഇടമുണ്ടാക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ തിരക്ക് കഴിഞ്ഞു. ആ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ച് കാണിക്കേണ്ടുന്നതിന് പകരം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതിന്റെ തർക്കമാണ്. ഇത് ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണോ? ആര് മുഖ്യമന്ത്രി ആകണം? ഇന്നിപ്പം കോൺഗ്രസിന് വോട്ട് ചെയ്ത നിഷ്പക്ഷരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് മടുത്തിരിക്കല്ലേ? എന്തിനധികം മുസ്ലിം ലീഗ് തന്നെ പറയാതെ പറയുന്നില്ല ഈ കാര്യം. ഇവരുടെ ഈ വാദങ്ങള് എല്ലാം ഞങ്ങളെ മനമടുപ്പിച്ചിരിക്കുകയാണ്, അണികള് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ മുസ്ലിം ലീഗ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, PMA സലാം, അതെനിക്കിഷ്ടായി. 4-ാം തീയതി കഴിഞ്ഞാൽ കോൺഗ്രസ് നല്ല കുട്ടികളായി മാറുന്ന, 4-ാം തീയതി കഴിഞ്ഞാൽ കോൺഗ്രസ് നല്ല കുട്ടികളാവേണ്ടി വരും. കാരണം അതിനൊരു മുനയുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവാൻ എന്തായാലും ഈ അടി കാണത്തില്ലല്ലോ അല്ലേ? പ്രതിപക്ഷ നേതാവാകാൻ ഈ അടി കാണുമെന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തിനും അടി കൂടുന്നവരാണ്. ഞാൻ അത്ഭുതപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ, പരാജയപ്പെടുന്ന സീറ്റുകളിലേക്ക് പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ വാശി പിടിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വരികയാണ്. ഇപ്പൊ സൂചിപ്പിച്ചത് ഈ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇന്നറായി സംസാരിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നാസർ കൊളായി, ഇപ്പോൾ റജു ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ കേട്ടു. ശരിയാണോ? നിങ്ങൾ 2500 രൂപയാണോ 2021 പറഞ്ഞ വാഗ്ദാനം? എന്നിട്ട് 2000 നിങ്ങൾ കൊടുക്കുന്നുള്ളൂ. ഞാനൊരു ഉദാഹരണത്തിന് വയനാട് പറഞ്ഞപ്പോ റെജി അതിലൂടെ അങ്ങ് വലിഞ്ഞു കയറി മുകളിലേക്ക്. റെജി 2 ദിവസം മുമ്പുള്ള മലയാള മനോരമ പത്രം ഒന്ന് വായിച്ചാൽ മതി. അതിൽ പറയുന്നു, ഹിമാചലിൽ തെലങ്കാനയിൽ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, കേരളവും കടക്കണിയിലേക്കാണോ? ഈ സംസ്ഥാനങ്ങളൊക്കെ ഭരിക്കുന്നത് ആരാണ്? കോൺഗ്രസ് ആണ്. അവിടെ ശമ്പളം കൊടുക്കാൻ കഴിയാതെ കടക്കണിയിലേക്ക് നീങ്ങാണ്. അപ്പൊ കർണാടകയിലുണ്ട്. ഒരു മിനിറ്റ് അജിംഷാദെ, ഈ മുഖ്യമന്ത്രി വിഷയത്തിന്റെ ഇടയിൽ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടത് അതല്ല, വയനാടാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ ആ കോണിയിലൂടെ അങ്ങ് ഓടിക്കേറിയാണ് റെജി ചെയ്തത്. റെജിയോട് പറയാനുള്ളത്, 2025
24 ജൂലൈ 30-നാണ് ഈ ദുരന്തം നടന്നത്. ആദ്യം രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി ഇവരെ വാടക വീടുകളിലേക്ക് താമസിപ്പിച്ചു. കൃത്യമായി വാടകയൊക്കെ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് സുരക്ഷിതമായ ഒരു ഇടം തെരഞ്ഞിട്ടാണ് എൽസൺ എസ്റ്റേറ്റിലേക്ക് എത്തുന്നത്. ആ എൽസൺ എസ്റ്റേറ്റ് എടുത്തപ്പോൾ അതിന്റെ മുതലാളിമാര് കോടതിയെ സമീപിക്കുന്നു. ആ കോടതിയുടെ വ്യവഹാരം കഴിയുന്നത് 2025 ഏപ്രിൽ മാസം 16-ാം തീയതിയാണ്. അന്ന് രാത്രിയാണ് സർക്കാർ ഇത് ഏറ്റെടുക്കുന്നത്. ഏപ്രിലിൽ ഏറ്റെടുത്ത് പിന്നെ മെയ് കഴിഞ്ഞപ്പോഴേക്കും കാലവർഷം വന്നു. ആ കാലവർഷത്തിൽ നിരപ്പാക്കുന്ന പണി വയനാട് ഒരു കുന്നാണല്ലോ, സ്വാഭാവികമായി നിലച്ചു. അത് സെപ്റ്റംബറിൽ ആരംഭിച്ച് നവംബർ 1-ന് തറക്കല്ലിട്ട് പിന്നെ ആദ്യ വീടിന്റെ മാതൃകാ വീടിന്റെ തറക്കല്ലിട്ട് ആ വീടുണ്ടാക്കി. അവിടെ നിന്ന് ഇപ്പം ആ നവംബർ കഴിഞ്ഞിട്ട് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 5 മാസം 420 വീടുകളിൽ 172 വീടുകളുടെ പണി കഴിഞ്ഞു. അതിന്റെ അവസാനത്തെ മിനുക്ക് പണി എന്ന് പറഞ്ഞാൽ ചോർച്ചയുണ്ടോ എന്ന് നോക്കുന്നത് അടക്കമുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 420 വീടുകൾ ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മിക്കാൻ കഴിയുമോ? റെജി വീടുണ്ടാക്കുന്ന ആളാണെങ്കിൽ സ്വന്തമായി ഒരു വീടുണ്ടാക്കാൻ എത്ര ദിവസം എടുക്കും? 6 മാസം കൊണ്ട് ഇതുപോലെയുള്ള ഒരു വീടുണ്ടാക്കി കാണിക്കാൻ റെജിയെ ഞാൻ വെല്ലുവിളിക്കാം. 420 വീടല്ല അവിടെ ഉണ്ടാക്കുന്നത്, അത് മനസ്സിലാക്കണം. അവിടെയുള്ള മനുഷ്യർക്ക് താമസിക്കാൻ ഒരു നഗരം ഉണ്ടാക്കുകയാണ്. 420 വീടുകളിൽ താമസിക്കുന്നവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള നഴ്സറി സ്കൂളിൽ, അവർക്ക് ഒരുമിച്ചിരിക്കാനുള്ള സ്റ്റേഡിയം, അവർക്ക് ഒരുമിച്ച് പരിപാടികൾ നടത്താനുള്ള ഓഡിറ്റോറിയം, 9 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന വെള്ളത്തിന്റെ ടാങ്ക്, എല്ലാ വീട്ടിലേക്കും ഭൂഗർഭത്തിലൂടെ വാട്ടർ ലൈന്, ഇലക്ട്രിക് ലൈന്, എല്ലാ വീടുകൾക്കും ചുറ്റും അതിലെ എല്ലാ വീടുകൾക്കും ഗേറ്റ്, എല്ലാ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന റോഡിലേക്ക് അതിന് 12 കിലോമീറ്റർ റോഡ്, എല്ലാ വീടുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ ടാങ്കിലേക്ക് വന്ന് 5 ടാങ്കുകൾ ശേഖരിച്ച് അത് ശുദ്ധീകരിച്ച് വെള്ളവും വളവുമാക്കി വേർതിരിക്കുന്ന സംവിധാനം, 50 വീടുകൾക്ക് മുമ്പിൽ ഒരു ഗാർഡൻ വരുന്ന സംവിധാനം. ഇങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ മിസ്റ്റർ റെജി? എന്നിട്ട് പറയാണ് 750 കോടി രൂപ ഈ വീട് പൂർത്തിയാകുന്നത് വരെ അവർക്ക് ദിവസം 300 രൂപ, പിന്നീട് റേഷൻ, വാടക അടക്കം കൊടുക്കുകയാണ് സർക്കാർ. ദിവസം 300 അല്ല ജിൻഷാദേ, ഒരു വീട്ടിൽ 2 പേർക്ക് 300. അവിടെ ഒരു അംഗവൈകല്യമുള്ള ആളുണ്ടെങ്കിൽ അവർക്ക് 300. അംഗവൈകല്യമുള്ള ആൾ പോകട്ടെ, ഒരു വീട്ടിൽ 2 പേർക്ക് 300 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു ദിവസം? 600 ഗുണിക്കണം 30, 18,000 രൂപ, 6,000 രൂപ വാടക, 24,000 രൂപ, 1,000 രൂപയുടെ കൂപ്പൺ, ഭക്ഷ്യകൂപ്പൺ 25,000. ഞാൻ പറഞ്ഞ മറ്റവരുണ്ടെങ്കിൽ 30,000 ഒരു ദിവസം വെച്ച് കൊടുക്കാണ്. മനസ്സിലായില്ലേ? അവിടെ എല്ലാ വീടുകൾക്കും ഈ സൗകര്യം. അതാണ് കേരളത്തിനകത്തും പണം പിരിച്ചിട്ട് വീടും ഇല്ല, കല്ലും ഇല്ല. ഞാൻ റെജിയോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. റെജിയുടെ കയ്യിൽ 10 രൂപ എന്തായാലും ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. 10 രൂപ എന്തായാലും റെജിയുടെ കയ്യിൽ ഇല്ലാതിരിക്കില്ലല്ലോ. 10 രൂപ കൊടുത്ത് വിവരാവകാശത്തിന് എഴുതി കൊടുത്താൽ എത്ര രൂപ എവിടെ നിന്നൊക്കെ കിട്ടി, എന്തിനൊക്കെ ചെലവഴിച്ചു എന്ന് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ റെജിയുടെ കയ്യിൽ അച്ചടിച്ച കടലാസ് വിവരാവകാശ രേഖയായിട്ട് വരും. എന്നാൽ റെജി പറയുന്ന കോൺഗ്രസിന്റെ കണക്ക് എവിടെയുണ്ട്? ആപ്പ് എവിടെയുണ്ട്? ഇന്നിപ്പോ വന്ന ഒരു കണക്ക് പ്രകാരം 32 കോടിയിലധികം രൂപ ഈ ആപ്പ് നിർത്തിപ്പോകുമുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഗ്രസ് പറയുമായിരുന്നോ വി ഡി സതീശൻ, ഇപ്പൊ മുഖ്യമന്ത്രി ആകാൻ പോകുന്ന വി ഡി സതീശൻ കേരളത്തോട് നൽകുന്ന വാഗ്ദാനം എന്തായിരിക്കും? മുഖ്യമന്ത്രി എന്നുള്ളവർക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് ഇവിടെ തർക്കിച്ചെന്തായിരുന്നു? ഞങ്ങൾ ഇന്നുണ്ടാക്കും വീട്, നാളെ ഉണ്ടാക്കും വീട്, മറ്റന്നാൾ ഉണ്ടാക്കും വീട്, അങ്ങനെ പറഞ്ഞ് ഒരു മലമുകളിൽ ഒരു ഭൂമി എടുത്തു. എന്നിട്ട് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന്, രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നു. എന്തിന് തറക്കല്ലിടിച്ചു? എന്തിന് തറക്കല്ലിട്ടു? വീടിന്റെ തറക്കല്ല് വിട്ട് കഴിഞ്ഞിട്ട് പറയാണ് ഇനി ഞങ്ങളുടെ കയ്യിൽ വീടുണ്ടാക്കാൻ പണമില്ല. ഇത് തന്നെയല്ലേ തെരഞ്ഞെടുപ്പിൽ ഇയാൾ മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ രാജ്യത്ത് വരാൻ പോകുന്നത്? അയാൾ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ അയാൾ പറയും. വയനാട്ടിൽ വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നത് പോലെ KSRTC സൗകര്യം, 3,000 രൂപ പെൻഷൻ, അധികാരത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ പറയും എന്റെ കയ്യിൽ പൈസ ഇല്ല. അതല്ലേ ഇപ്പൊ സത്യത്തിൽ നമ്മൾ വയനാട് കണ്ടത്?